Hi friends, I am Anu. എല്ലാവർക്കും Arus ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു പഴയ ബ്ലൗസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കാണ്ട് വെച്ചിരുന്ന ബ്ലൗസ് ആയിരുന്നു, പ്ലെയിൻ ബ്ലൗസ് തന്നെ. അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ ഒരു ചെറിയ ബീഡ് വർക്ക് ചെയ്ത് കുറച്ച് ഭംഗിയാക്കി എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണില്ലേ ഇന്നത്തെ വീഡിയോ എന്താണെന്നും. നമ്മുടെ പഴയ ബ്ലൗസിന് ഒരു മേക്ക് ഓവർ കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ഈ ബ്ലൗസിൻ്റെ സ്ലീവിലാട്ടോ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഒരുപാട് ആൾക്കാർക്കൊക്കെ ഈ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബീഡ് വർക്ക് ഡിസൈൻ അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. നമ്മുടെ ബ്ലൗസിൽ മാത്രമല്ല, കുർത്തിയിലെ നെക്കിലും അതുപോലെ തന്നെ സ്ലീവിലും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. നമുക്ക് ഈ ഡിസൈൻ ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ സൈഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിരിക്കുന്നത് ഇതേ കളറിലുള്ള ഗോൾഡൻ കളറിലുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ലൈന് 10 രൂപ നിരക്കിലാട്ടോ വാങ്ങിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഫാൻസി സ്റ്റോറിലോ അല്ലെങ്കിൽ നമ്മുടെ എംബ്രോയ്ഡറി ഐറ്റംസ് കിട്ടുന്ന കടയിലെ അവിടെയൊക്കെ നമുക്ക് ഒരു പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വേണ്ടത് നമ്മുടെ ബ്ലൗസ് അല്ലെങ്കിൽ കുർത്തിക്ക് മാച്ചായിട്ടുള്ള ആ കളറിന് മാച്ചായിട്ടുള്ള നൂല് വേണം, നീഡിൽ വേണം. ഇത്രയും സാധനങ്ങൾ മാത്രം മതി. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണോ വർക്ക് ചെയ്തെടുക്കുക നോക്കാം. ആദ്യം നമ്മുടെ ബ്ലൗസിൻ്റെ ഉൾവശം പുറത്തെടുത്തിട്ട് അവിടെ നിന്നാണ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ അടുപ്പ് വരുന്നില്ല, ആ ഭാഗത്തുനിന്ന് ചെയ്ത് തുടങ്ങണം. അതിനായിട്ട് നമ്മൾ സൂചിയിൽ സാധാരണ നൂല് കോർക്കുന്ന പോലെ നൂല് കോർത്തതിന് ശേഷം കുത്തിയെടുത്തിട്ട് ഇതുപോലെ തന്നെ കുത്തിയെടുത്തിട്ട് അതിൽ ആദ്യം നമ്മൾ 3 ബീഡ് കോർത്തിടണം. അതിനുശേഷം ഈ മുത്തിങ്ങനെ ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ച് കഴിയുമ്പോൾ അതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ വരും. നേരെ പിടിക്കരുത്, ആ ഒരു ത്രികോണം രീതിയിൽ വരുന്ന പോലെ തന്നെ പിടിക്കുക. അപ്പം നടുക്കത്തെ മുത്തിങ്ങനെ മേലെയും ബാക്കി 2 അപ്പുറത്തും ഇപ്പുറത്തായിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കുക. അതിനുശേഷം അതവിടെ ഒന്ന് ലോക്ക് ചെയ്യുക. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതൊന്ന് ചെറുതായിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ലാസ്റ്റത്തെ മുത്തില്ലേ, ആ 3ാമത്തെ, അതിൻ്റെ ഉള്ളിലൂടെ സൂചി മുകളിലോട്ട് എടുക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ 2 മുത്തുകൾ വീതമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ആദ്യം മാത്രം 3 എണ്ണം, പിന്നെ 2 എണ്ണം വീതം ഇട്ട് കൊടുക്കും. ആ 2 മുത്തിട്ടതും അത് ചേർത്ത് വയ്ക്കുക. ചേർത്ത് വയ്ക്കുമ്പോൾ അതും ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരും. അതിനുശേഷം അതൊന്ന് ലോക്ക് ചെയ്തിട്ട് പിന്നെയും അതിൻ്റെ ലാസ്റ്റിലുള്ള മുത്തിൻ്റെ ഉള്ളിലൂടെ സൂചി മുകളിലോട്ട് എടുക്കുക. അതിനുശേഷം പിന്നെയും 2 മുത്തിട്ട് കൊടുക്കുക. അത് കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പ് കൂടിയും കുറഞ്ഞും ഇരിക്കരുത്. ഒരേ ഗ്യാപ്പിൽ തന്നെ ഇടുക. എങ്കിലേ അത് ആ ബീഡ്സൊക്കെ ഒരേപോലെ ഇരുന്നിട്ട് ഒരേപോലെ കാണാനൊരു രസം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ 2 സ്ലീവിൻ്റെ സൈഡിലൂടെ ചെയ്തെടുക്കുക. സ്ലീവിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ നെക്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അത് സ്ലീവിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇതാട്ടോ ഒന്ന് 2 സൈഡിലും ചെയ്തെടുത്ത് കഴിയുമ്പോഴുള്ള ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെ, നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കണോ? നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.